പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 121 സങ്കീർത്തനം 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ദൈവത്തിന് സ്തോത്രം. സഹായം നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ഒരു ചോദ്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളിൽ പലപ്പോഴും ചില വിഷയങ്ങളിൽ നമ്മൾ ഭാരപ്പെട്ട് തളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിൽ ഉരുതിരിഞ്ഞു വരുന്ന ഒരു ചോദ്യമാണ്: എന്നെ സഹായിപ്പാൻ ആര് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്നൊക്കെ ചോദിക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവ് അതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകിയാണ്. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആരാണ് ദൈവം? ദൈവത്തിന് സ്തോത്രം. സഹായത്തിന്റെ കരം നീട്ടി തൻ്റെ ജനത്തെ സഹായിക്കുന്നവൻ അത്രേ നമ്മുടെ ദൈവം. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. മനുഷ്യന്റെ കരങ്ങൾ കുറുകിപ്പോകുമ്പോൾ ദൈവത്തിന്റെ സഹായവും ദൈവത്തിന്റെ കരവും നമുക്ക് വേണ്ടി അനുദിനം നീട്ടപ്പെടുകയാണ്. സഹായം നൽകുന്ന ഇത്ര നല്ലൊരു സഹായകരായി മറ്റാരും ഈ ഭൂമിയിലില്ല. നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ തൻ്റെ കരത്തിൽ നമ്മെ പിടിച്ച് നമ്മെ മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്ന ആ ദൈവസ്നേഹം ഓർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളൊരു സഹായത്തിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ഈ പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം: നിങ്ങൾക്കുള്ള സഹായം സ്വർഗത്തിലെ ദൈവം നൽകും. മരുഭൂമിയിൽ തളർന്നിരുന്ന് മരിപ്പാൻ ആഗ്രഹിച്ചിരുന്ന ഏലിയാവിന് വേണ്ടി കാക്കയെ കൊണ്ട് ആഹാരം എത്തിച്ചവനായ ദൈവമെങ്കിൽ, സാരാഫത്തില് അതേ വിധവയ്ക്ക് വേണ്ടി സഹായങ്ങളെ കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരപ്രയാസ വിഷയങ്ങളിൽ മേലും ദൈവം സഹായകനായി കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ കരത്തെ നാം മനസ്സിലാക്കുക. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സഹായത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറഞ്ഞതാണ്: എൻ്റെ സഹായം അതേ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവം നമ്മുടെ സഹായകനാണ്. നാം ഏതു മേഖലയിലാണോ നിങ്ങൾക്ക് സഹായം വേണ്ടത്, നിങ്ങൾ എവിടെയാണോ ഒറ്റപ്പെട്ടു പോയത്, നിങ്ങൾ എവിടെയാണോ നിരാശപ്പെട്ടു പോയത്, നിങ്ങൾ എവിടെയാണോ തളർന്നു വീഴാൻ പോയത്, സ്തോത്രം, അവിടുന്ന് നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ ഉയർത്തുവാൻ ഈ സഹായകനായ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ മാറിപ്പോയിട്ട്, ആരൊക്കെ കൂടെ നിന്നവരൊക്കെ ഓടിപ്പോയാലും സഹായത്തിന്റെ കരമായി നമ്മുടെ കൂടെ ഇരിക്കുന്ന അരിമനാഥനായ കർത്താവിനെ നോക്കിക്കൊണ്ട് ഈ കർത്താവിനോട് ചേർന്ന് നമുക്ക് മുൻപോട്ട് പോകാം. എന്നിട്ട് പറയാം: എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആകയാൽ ഇന്നത്തെ ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ദൈവം ചെയ്തു തരാൻ പോകുന്നു. വിശ്വസിക്കുക, അത് ഏറ്റെടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.